be there. However, there is a push likely for making India exports and even ഓണക്കാലഘട്ടം സമ്മാനിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അല്ലാത്തൊരു കാലമായിരുന്നെങ്കിൽ ഇന്ന് എതിർക്കാൻ വരുന്ന പലരിതൊന്നും ഈ ക്ഷേത്രം അറിയാൻ പോലും സമ്മതിക്കുകയായിരുന്നു. കാരണം എന്താ, ഈ ക്ഷേത്രത്തിൽ വന്നവിടെ ജനങ്ങൾ രക്ഷപ്പെടുന്നത് കാണുമ്പോൾ പലർക്കും ഈ അച്ചാറും ചമ്മന്തിയൊക്കെ കൂട്ടി തിന്നാൻ നല്ല രസമുണ്ട്. ശശി തരൂരിന്റെ വിശദീകരണം. നേരിട്ട് വന്നാലും MP-ക്ക് അവിടെ ഉത്തരവാദിത്തമൊന്നുമില്ല. വെറുതെ വന്ന് ഷോ കാണിക്കാൻ താല്പര്യമില്ല. കാര്യങ്ങൾ വിശദീകരിച്ച് പോസ്റ്റ് ഇട്ടിരുന്നുവെന്നും തരൂർ പറഞ്ഞു. ഡെക്സിന്റെ മേലെ അമ്മ സ്പ്രേ അടിച്ചിരിക്കുന്നേ. സ്പ്രേ അടിച്ചിട്ട് തല കുത്തി മറിഞ്ഞ് ആ മണമൊക്കെ ഒന്ന് പോക്കിയതിന്റെ ശേഷം ചെക്കൻ ബോധം കെട്ടാട കിടക്കുന്നു. ഞാൻ വിളിച്ചപ്പോ ചാടി നീച്ചതാ. ഡെക്സ ബേബി, ഡെക്സ അമ്മ ടാറ്റാ. മൈൻഡ് ചെയ്യില്ല. പറഞ്ഞോളൂ പറയാനുള്ളൊക്കെ. എൻ്റെ മോൻ കൊണ്ടുവന്ന ചായന്റെ കടല എവിടെ ഇവിടെ പൊരികളൊന്നും ഇല്ലാത്ത ചെറു മതി. ചെറു TV കാണാം. അമ്മായി അതാ അവിടെ ഇരിക്കണം. ഗുഡ് ഈവനിങ്. നമ്മൾ ചായ കുടിക്കാൻ പോവാൻ. ഗുഡ് ഈവനിങ്ങിലാണ് വന്നത്, ഗുഡ് മോർണിംഗിൽ വന്നില്ല. അയ്യോ എന്റെ ഡെക്സറേബിൾ നീച്ചു നിന്ന് നോക്കണൊക്കെ എന്തുവാടാ നമുക്ക് വേണ്ടേ? നമ്മളെ കണ്ണന്റെ എന്താ നല്ല സൂപ്പർ കടുപ്പ കട്ടനത്. ഇഷ്ടല്ലാത്ത സാധനം അത്. എന്ത് ചെയ്യാനാണ്? നമ്മൾ ഉണ്ണേട്ട പാലുണ്ട്. പാലിന് വിഷന്റെ അർത്ഥമുണ്ടാവല്ലോ. ഓരോ ആളുകൾ കേൾക്കണല്ലേ. അവരെന്താ പറഞ്ഞോ, പാലിലെന്തോ കെമിക്കൽ ചേർത്തുണ്ട് വടക്ക വണ്ടക്കാന്ന് പറഞ്ഞില്ലേ? അതൊരു ഞാൻ ഇതിന്റെ ഇട TV-യിലൊക്കെ കട്ടിന് ചില പാലുകളിൽ മിൽമേലില്ല കൂടുതലായിട്ട് അത് ചേർക്കുന്നുണ്ട്. അത് ഒരു കെമിക്കല കൂടുതലായ ശരീരത്തിന് കേടാണ്. അത് ഈ മനുഷ്യ വാർത്തയെ കണ്ടിട്ട് വാങ്ങായിട്ടാണ് ആ പേര് പറഞ്ഞിട്ട് പാല് കട്ട് ചെയ്തു. ഇവിടുന്ന് വാങ്ങിക്കലുണ്ട്. എനിക്ക് കറവ പറ്റിയതിന് ശേഷം പിന്നെ അത് കുടിക്കാൻ വേണ്ടിട്ട് ചായക്ക് നന്നാവില്ല. മിക്ക സുഖല്ലേടാ. ഞാൻ ഉള്ളിവട പ്രതീക്ഷിച്ചിട്ട് ഉള്ളിവട പോയിട്ട് ഒരു വടിയും ഇല്ല. ഒരു വടിയും കിട്ടിയില്ല. കടല ഫാമിലി ഒരു സിനിമ അതൊന്ന് കണ്ടാലോ നല്ല സിനിമ തോന്നുന്നു അല്ലേ? അങ്ങനെയല്ല, ഫാലിമിയാ ശരിയാണ്. ഞാൻ നല്ല നോക്കി വായിക്കാണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞത്. അത് മലയാളം അത്ര എഴുതിയതാണ്. ഫാലിമി അപ്പൊ എല്ലാരും വീട്ടിൽ സുഖമായിട്ട് എത്തിക്കണമെന്ന് ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളെ വീഡിയോ ചുരുങ്ങിയ വീഡിയോ ആണ് ഇന്നിടുന്നത്. നാളെ സൺഡേ ഞായറാഴ്ച
അടിപൊളി വീഡിയോ ആയിട്ട് നമ്മള് വരുന്നേക്കും. ബിരിയാണി വരെ വെക്കുന്ന നമ്മള് റഹ്മത്ത് ബിരിയാണി വെക്ക. ആടും വാങ്ങിട്ട് വെക്കും. ആട് വാങ്ങില്ല. ഇപ്പൊ ആടിനൊക്കെ ഭയങ്കര വലിയ അതുകൊണ്ട് ഞങ്ങൾ ഒട്ടകത്തിനാണ്. ആടെന്ത് തെരണ്ടിക്കറി നല്ല രസമുണ്ട്. നിങ്ങൾ കണ്ടോ എന്റെ തെരണ്ടിക്കറിന്റെ വീഡിയോ ഒന്ന് പോയി കണ്ടോക്കല്ലേ, സൂപ്പർ രസമുണ്ട്. പക്ഷെ നെയ്യ് ആദ്യത്തെ അതങ്ങനെ ഇടാൻ പാടില്ല. ഒക്കെ കറിയൊക്കെ വെന്ത് തിളച്ച് ഇറക്കാൻ എടുത്തിട്ടിട്ട് ഒന്ന് തിളച്ച് വടനെ തിളച്ച് 2 തള തിളച്ചാല് ഓഫാക്കണം. അതൊക്കെ സമ്മതിച്ചു. ഇനി പിന്നെ സത്യത്തെ എന്താ ഒന്ന് പറയുന്നത്? എന്താ കാണില്ലേ നിങ്ങളെ എന്തെങ്കിലൊക്കെ പറഞ്ഞേ. ഞങ്ങൾക്ക് ഇന്ന് ചോറിന് കറി, പരിപ്പും പിന്നെ ഒരു ഉരുളക്കിഴങ്ങും ഇട്ട് ഞാൻ ഒരു നമ്മളെ വലിയ സവാള ഇട്ട് 2 തക്കാളി ഇട്ട് വേവിച്ച് തേങ്ങ അരച്ച് കറി വെച്ച് ഉണക്കമുളകും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും എല്ലാം ഇട്ട് വറവിട്ട് മുളക് അരച്ച് ചുട്ടരച്ച മുളകിന്റെ ചമ്മന്തി. അത് ഇന്നലെ പൊടിച്ചാട്ടോ, ഒന്നായില്ലേ ഇനിയില്ലേ ആ ചമ്മന്തി. അതും ഇന്ന് നമുക്ക് പപ്പടം കിട്ടിയില്ല. പിന്നെ ചോറ് ഞാൻ മോനെ കൊറേ വെച്ച് ചോറുന്ന എന്നാ വീഡിയോ ചെയ്യാ. എനിക്ക് എന്തോ ഒറ്റയ്ക്ക് ചെയ്യാൻ എന്തോ ഒരു പോലെ. ഇപ്പൊ കൂടെ പോലെ അവിടെ ഇരിക്കുന്നുണ്ട് കടല എന്താ ഒന്ന് പറയടാ. എന്റെ സൗണ്ടെങ്കിലും അശരീതിയെങ്കിലും ഒന്ന് കേക്കട്ടെ. എന്റെ അശരീതിയെങ്കിലും ഇതിലൊന്ന് കേക്കട്ടെ. കാണുന്നില്ല. നാളെ ഞങ്ങള് ബിരിയാണി വെക്കും. അമ്മന്റെ പൈസ ഒന്നല്ല, അമ്മന്റെ പൈസ ഇല്ല, അമ്മയുടെ പൈസ ഇല്ല, ഓന്റെ ഇല്ല. ഇപ്പോൾ ഉണ്ണിയാരുടെ കയ്യിലാണ്. കണ്ണൂര് തൃശ്ശൂര്. അപ്പൊ നാളെ ഞങ്ങള് നല്ല ലെങ്ത് വീഡിയോ അടിപൊളി വീഡിയോക്കായിട്ട് വരാം. ഇന്നിട്ട് ഉണ്ണിയേട്ടൻ നേരത്തെ ഉണ്ണിയേട്ടൻ വന്നിരുന്ന പിന്നെ വീഡിയോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോഴേക്കും എനിക്ക് ഹാപ്പി ആയിട്ട് ഇന്ന് വെക്കാൻ പറ്റില്ല. ഈ വാർത്ത മൊത്തം ഉറക്കാനെ വെക്കും. ഞാൻ അതിൽ സംസാരിക്കാൻ ഉണ്ണിയായിരുന്നു കേൾക്കാൻ ഉണ്ണിയേട്ടൊന്നും കൂടി കേൾക്കും. അപ്പൊ എനിക്ക് പറയാനൊന്നും കഴിയാം. അപ്പൊ ഇതേമാതിരി പറമ്പിക്കുന്നത് പോലെ. അപ്പൊ നമ്മൾ നിർത്തട്ടെ. അപ്പൊ നമ്മള് വീഡിയോ നിർത്തുകയാണ്. ഗുഡ് നൈറ്റ്, ഡ്രീംസ്, ലവ് യു. ഉമ്മ എല്ലാരും സുഖമായിട്ട് വീട്ടിലെത്തി. ഇന്ന് മഴയൊന്നും ഇല്ല, ഇന്നൊരു വെയില് കിട്ടി. തിരുമ്പിയതൊക്കെ ഉണങ്ങാനുള്ളതിന് ഒന്ന് കൊണ്ടുപോയി ഉണക്കി തെറ്റി മറിച്ച് ഉണക്കി നമ്മൾ അമ്മായി മടക്കി വെച്ചിട്ടാ. എന്താ പറഞ്ഞ വീട്ടില് കുറച്ച് പ്രായമുള്ളവരുണ്ടായാൽ അങ്ങനെയൊക്കെ നല്ല ഉപകാരം ഉണ്ടാവും. അപ്പൊ പട്ടിന്റെ മുകളിലൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഉണങ്ങിയതൊന്നും കൂടി ഈർപ്പം പോട്ടെ വെച്ചിട്ട് അതൊക്കെ കൊണ്ടുപോയി അമ്മായി കൊണ്ടുപോയി ഉണക്കി. ഇടണ്ടാന്ന് ഞാൻ പറഞ്ഞ ഒക്കെ ഉണങ്ങി മടക്കി കൊണ്ടിട്ട് നാളെ വരുന്നതായിരിക്കും നല്ല വീഡിയോ ഇട്ട്. ഇത്തട്ടെ.